عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അൽഹംദുലില്ലാഹ് നമ്മളിലേക്ക് റമളാൻ ആഗതമായിരിക്കുകയാണ്. റമളാനിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ റമളാൻ ഒരുപാട് നാളായി നാം കാത്തിരിക്കുകയും അതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നാം ഒരുപാട് നാളായി കാത്തിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി ആയിരം ശുക്റുകൾ നാം ആദ്യം പറയേണ്ടതുണ്ട്. റമളാൻ മാസത്തിൽ ഏറ്റവും പൂർണ്ണമായ ഒരുപാട് അമലുകളുണ്ട്. ഒന്നാമത്തേത് നോമ്പാണ്. പരിശുദ്ധമായ 30 ദിവസങ്ങളിലുള്ള നോമ്പ്, 2 തറാവി നിസ്കാരം, 3 ഇത്തികാഫ്, 4 സക്കാത്ത് കൊടുക്കലും, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളുള്ള ഒരുപാട് ദിനരാത്രങ്ങൾ ഫളായിലത്തുകളുള്ള ഒരു ദിവസങ്ങളും മാസങ്ങളുമാണ് റമളാൻ മാസം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇത് മുസ്ലിമും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തതായ ഹദീസുകളാണ്, സ്വഹീഹായ ഹദീസുകളാണ്. മഹാനായ ഹബീബ് ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇദാ കാന അവ്വല ലൈലത്തി മിൻ ശഹ്രി റമളാൻ സുഫിദത്തിന ശയാത്തീന വ മറാദത്തുൽ ജിന്നത്ത്. ശൈത്താനെയും ജിന്നി വർഗത്തിനെയും അവിടുന്ന് റമളാനിൻ്റെ ആദ്യത്തെ രാവിലെ തന്നെ പൂട്ടുകയാണ്. എന്നിട്ട് നരകത്തിലെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുകയും സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടുകയും ആ വാതിലുകൾ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ പോലും കൊട്ടിയടക്കപ്പെടുകയില്ലെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ ദിവസത്തിൽ ഒന്നാമത്തെ ദിവസം 10 ദിവസം തന്നെ നമുക്ക് ചൊല്ലാണ്ട് ദിക്ർ തന്നെ നമുക്ക് ഹദീസുകളിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ ഞങ്ങളുടെ നീ കരുണ ചെയ്യണേ എന്ന്. ഇതുവരെ നാം ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്കൊരു കരുണ നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ പാവപ്പെട്ട അടിയാറുകളാണ്. നമുക്ക് ഈ ലോകത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലും നീ പറഞ്ഞതായ പല കാര്യങ്ങൾ എടുക്കാതെയും നീ പറഞ്ഞതായ പല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിച്ചു പോയ അടിയാറുകളാണ്. നമുക്ക് നീ പുറത്തു തന്നെ തമ്പുരാനെ എന്നാണ് അവിടുത്തെ അർത്ഥം തന്നെ. അതിൽ നാം നിത്യേന നാം നിസ്കാരത്തിലും നമ്മുടേതായ എല്ലാ സമയങ്ങളിലും ദിക്ർ പോലെ അത് ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നിങ്ങൾക്ക് നീ കരുണ ചെയ്യണം. ഇതുവരെ നാം നിത്യേന കള്ളുകുടിച്ചവരായിരിക്കാം, പലിശയിൽ ബന്ധപ്പെട്ടവരായിരിക്കാം, വേണ്ടാവൃതങ്ങളിലേക്ക് ആഴക്കടലിലേക്ക് ആണ്ടുപോയവരായിരിക്കാം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നുള്ളതായ ദിക്ർ നാം സ്ഥിരമായി നിത്യേന ചൊല്ലിക്കൊണ്ടിരിക്കണം. റമളാൻ 30. രണ്ടാമത്തേതായ നമ്മുടെ 10 പാവങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള 10 അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റാണ് നാം ചൊല്ലേണ്ടത്. തമ്പുരാനെ ഞങ്ങൾക്ക് പുറത്തു നൽകണേ തമ്പുരാൻ എന്നുള്ള ദിക്ർ നാം പതിവാക്കണം. അടുത്തതായി മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെ 10. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ഒന്നാമത്തെ 10 ഈ 3 ദിക്റും നാം റമളാൻ ആദ്യം മുതലേ ചൊല്ലുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാരെ സൂഫിയാക്കൾ മുന്നിലേക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നെ റമളാനിൻ്റെ മർമ്മപ്രധാനമായ ഒരു ദുആ ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആദ്യം തന്നെ ഇലാഹായ റബ്ബിനെ അവിടുന്ന് നാമത്തെ വാഴ്ത്തുകയാണ്. നീയല്ലാതെ മറ്റൊരാൾ ഞങ്ങൾക്ക് ആരാധനയ്ക്കില്ലെന്ന്. അതുപോലെ ഞങ്ങൾക്ക് നീ പുറത്തു തരുകയും സ്വർഗം നിന്നേക്ക് ഞാൻ ചോദിക്കുകയും നരകത്തിനെ തൊട്ട് കാവലിൽ തേടുകയെന്നുള്ളതായ ഒരു ദുആയാണ്. ഇത് നാം മർമ്മപ്രധാനമായൊരു ദുആ നമ്മുടെ ജീവിതത്തിൽ നിത്യേന നാം കൊണ്ടുവരാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദിക്റുകളും സ്വലാത്തുകളും നോമ്പുകളും തസ്ബീഹുകളും തഹ്ലീലുകളും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകളെ നിങ്ങൾ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാരിലേക്ക് ദീനപരമായ ഇൽമുകളിലേക്ക് ചോദിക്കുകയും ചെയ്യുന്നതെന്നുള്ള സന്ദേശത്തോടുകൂടി വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.